ഇൻഷുറൻസ് കമ്പനിയുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യമേ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഗെറ്റ്സ് ഇറ്റ്സ് വാല്യുവേഷൻ മെയ്ഡ് വൺസ് ഇൻ എവറി 2 years. അതായത് ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി അവരുടെ വാല്യുവേഷൻ നടത്തുന്നത് എപ്പോഴാണ്? എല്ലാ 2 yearsലും ഒരിക്കലാണ് വാല്യുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ വാല്യുവേഷൻ നടത്തിയ സമയത്ത് ഇറ്റ്സ് ലൈഫ് അഷുറൻസ് ഫണ്ട് ഓൺ 31st December 2025 എമൗണ്ടഡ് ടു ₹80 lakh ബിഫോർ പ്രൊവൈഡിങ് ₹80,000 ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് ഫോർ ദ ഇയർ 2025. അപ്പോൾ 2025 ക്ലോസിംഗ് ഡേറ്റിലെ ബാലൻസ് എത്രയുണ്ടായിരുന്നു? ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൽ ബാലൻസ് എന്ന് പറയുന്നത് 80 lakh ഉണ്ടായിരുന്നു. ഈ 80 lakh പ്രൊവൈഡ് ചെയ്യുന്നതിന് അതായത് ഈ 80 lakh എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപുള്ള എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടത് ₹80,000 ആണെന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വറിയൽ വാല്യുവേഷൻ ഈസ് ഡൺ ഓൺ 31st December 2025. ഡിസ്ക്ലോസ്ഡ് ഇൻ ഇറ്റ് ലയബിലിറ്റി ഓഫ് ₹76 lakh അണ്ടർ അഷുറൻസ് ആനുറ്റി കോൺട്രാക്ട്. ഇനി ഇവിടെ ആക്ച്വറിയൽ വാല്യുവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു 31st December 2025. അപ്പോൾ ആ വാല്യുവേഷൻ നടത്തിയ സമയത്ത് നെറ്റ് ലയബിലിറ്റി ആയിട്ട് കിട്ടിയത് എത്രയാണ്? 76 lakh ആണ് കിട്ടിയത്. ഓക്കെ, ഇനി ആൻ ഇൻട്രിംഗ് ബോണസ് ഓഫ് ₹1 lakh വാസ് പെയ്ഡ് ടു ദ പോളിസി ഹോൾഡേഴ്സ് ഡ്യൂറിംഗ് ദ 2 years എൻഡിങ് 31st December 2025. ഇനി അതുപോലെ തന്നെ പറയുന്നത് ഒരു ഇൻറ്ററിംഗ് ബോണസ് അവിടുത്തെ പോളിസി ഹോൾഡേഴ്സിന് ₹1 lakh ഇൻറ്ററിംഗ് ബോണസ് ആയിട്ട് ഈ 2 വർഷം അവസാനിക്കുന്ന സമയത്ത് കൊടുക്കാനായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻറ്ററിംഗ് ബോണസ് പേയ്മെൻറ്റ് ചെയ്തു എന്നതാണ് പറയുന്നത്. ഈ 2 വർഷത്തിനിടയിൽ ഒരിക്കൽ ഇൻറ്ററിംഗ് ബോണസ് പേ ചെയ്തിട്ടുണ്ട്. ₹1 lakh ആണ് പേ ചെയ്തത്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എമൗണ്ട് ഓഫ് നൗ അവൈലബിൾ ആസ് ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നിലവിൽ പോളിസി ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് എത്ര എമൗണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനു വേണ്ടി നമ്മൾ ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം മാത്രമേ നമുക്ക് പോളിസി ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ നമുക്ക് സർപ്ലസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആദ്യമേ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ആദ്യമേ ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടിൻ്റെ ബാലൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കുക, 80 lakh എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സൈഡിലാണ് നമ്മൾ കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ, കാരണം അതൊരു അസറ്റ് പോലെയാണ്. സോ നമ്മളത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സോ ലൈഫ് അഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ് എന്ന് എഴുതുക. 80 lakh ആണ് എമൗണ്ട് കോളത്തിൽ 80 lakh എന്ന് എഴുതുക. നമുക്കവിടെ നോക്കേണ്ടത് എന്താ? ആ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ് ലയബിലിറ്റി. അപ്പോൾ ആക്ച്വറിയൽ വാല്യുവേഷൻ നടത്തിയതിന് ശേഷം നെറ്റ് ലയബിലിറ്റി അവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 76 lakh എന്നാണ്. ഓക്കെ, 76 lakh എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെറ്റ് ലയബിലിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇനി ഇത് രണ്ടും ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക. ഏതാണ് വലുത്, ഏതാണ് കൂടുതൽ കുറവ് എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ലൈഫ് അഷുറൻസ് ഫണ്ട് 80 lakh ഉണ്ട്. സോ ക്രെഡിറ്റ് സൈഡാണ് ഹയസ്റ്റ് എമൗണ്ട് വരുന്നത്. ഓക്കെ, ഡെബിറ്റ് സൈഡ് അതായത് നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് 76 lakh ഉള്ളൂ. അപ്പോൾ ലയബിലിറ്റിയേക്കാൾ കൂടുതൽ നമുക്കവിടെ എന്ത് വന്നിട്ടുണ്ട്? അസറ്റ് വന്നിട്ടുണ്ട്, ഫണ്ട് വന്നിട്ടുണ്ട്. സോ അവിടെ എന്തായിരിക്കും നമുക്ക് ഉണ്ടാവുക? സർപ്ലസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സർപ്ലസ് എന്ന് എഴുതുക. അപ്പോൾ 80 lakh നിന്നും 76 lakh കുറയ്ക്കുമ്പോൾ നമുക്ക് 4 lakh എന്നാണ് കിട്ടുന്നത്. ആ 4 lakh സർപ്ലസ് ആണ്. അത് ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ഡെബിറ്റ് സൈഡിൽ. ഡെബിറ്റ് സൈഡിൽ ആകെ 76 lakh ഉള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന ഏത് ബാലൻസ് ഷീറ്റ് ആണെങ്കിലും നമ്മൾ അവിടെ ടാലി ആയി പോകണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അത് ടാലി ആവണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റും അതേപോലെ തന്നെയാണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ സർപ്ലസ്, ആ ബാലൻസ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കാണിക്കുക. സർപ്ലസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് എത്ര എമൗണ്ട് കൊടുക്കണം. സോ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്കിനി പ്രിപ്പയർ ചെയ്യാനുള്ളത്. ബോണസ് പേയ്മെൻറ്റ് ചെയ്യുന്നത് എത്ര എമൗണ്ട് ആണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ട് അല്ലേ. അത് ചെയ്താൽ മതി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? സർപ്ലസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള സർപ്ലസ് എത്രയാണ്? 4 lakh ആണ്. 4 lakh എഴുതുക. ഇനി അതിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുൻപുള്ള ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർപ്ലസ് എന്ത് തന്നെയായിരിക്കും? അത് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിന് മുൻപായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഡിവിഡൻഡിൻ്റെ എമൗണ്ട് ഇതിൽ നിന്നും കുറയ്ക്കുക. അപ്പോൾ ലെസ് ഡിവിഡൻഡ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. ഇതിൽ നിന്നും ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എത്ര എമൗണ്ട് ആണ്? 80,000 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ 80,000 4 lakh നിന്നും ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 3,20,000 എന്ന് കിട്ടും.
ഇനി ആക്ച്വറിയൽ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു എമൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യണം, ലെസ് ചെയ്യണം. പക്ഷേ ഇവിടെ ആക്ച്വറിയൽ എക്സ്പെൻസസ് ഒന്നും തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇൻ്ററിം ബോണസിൻ്റെ എന്തെങ്കിലും ഐറ്റം തന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇവിടെ ഇൻ്ററിം ബോണസ് 1 lakh പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ എമൗണ്ടിനോടൊപ്പം 3,20,000 നമ്മൾ ഇൻ്ററിം ബോണസ് ആഡ് ചെയ്യുക. ഓക്കെ, 1 lakh ആണ് ഇൻ്ററിം ബോണസ് ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 1 lakh എന്ത് ചെയ്യുക, അതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4,20,000 എന്ന് കിട്ടും. ഇനി അപ്പോൾ ഏകദേശം നെറ്റ് സർപ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെറ്റ് സർപ്ലസിൻ്റെ 95% ആണ് പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 4,20,000ൻ്റെ 95% കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് 3,99,000 കിട്ടും. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻ്ററിം ബോണസ് ഓൾറെഡി പേ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓൾറെഡി പേ ചെയ്തു, ഈ 2 വർഷത്തിനിടയിൽ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്ററിം ബോണസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെസ് ഇൻ്ററിം ബോണസ് ഓൾറെഡി പെയ്ഡ്, നേരത്തെ പേയ്മെൻറ്റ് നടത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ 3,99,000 നമ്മൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ടോട്ടൽ കിട്ടിയിട്ടുള്ള ആ എമൗണ്ടിൽ ഇൻ്ററിം ബോണസ് നേരത്തെ തന്നെ കൊടുത്തു. അപ്പോൾ ഇനി ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്താൽ മതി, പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്ററിം ബോണസ് പേയ്മെൻറ്റ് ചെയ്തത് 1 lakh ആണ്. അപ്പോൾ അതിൽ നിന്ന് 1 lakh കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 2,99,000 എന്ന് കിട്ടും. ഈ എമൗണ്ടാണ് പോളിസി ഹോൾഡേഴ്സിന് ബോണസായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. സോ 2,99,000 നേരെ എമൗണ്ട് ഡ്യൂ ടു പോളിസി ഹോൾഡേഴ്സ് എന്ന് എഴുതുക.